കോയമ്പത്തൂരിൽ വ്യാപാരികളായ 2 മലയാളികളുടെ ദുരൂഹ മരണം. കോഴിക്കോട് സ്വദേശി ജയരാജന്റെ മൃതദേഹം കഴുത്തറത്ത നിലയിലാണ് കാണപ്പെട്ടത്. ഇയാളുടെ സുഹൃത്ത് മഹേഷ് ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു. കോയമ്പത്തൂരിൽ വർഷങ്ങളായി ബേക്കറി നടത്തുന്ന ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ജയരാജനെ കൊലപ്പെടുത്തി മഹേഷ് ജീവനൊടുക്കിയതാകാമെന്നാണ് നിഗമനം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോയമ്പത്തൂർ വിശ്വനാഥപുരത്തെ വീട്ടിലാണ് കോഴിക്കോട് സ്വദേശികളായ 51-കാരൻ ജയരാജിനെയും 48 വയസ്സുള്ള മഹേഷിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഹേഷിന്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിലും ജയരാജ് തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപം തുടിയല്ലൂരിലാണ് ഇരുവരും ബേക്കറി നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം ബേക്കറി തുറക്കാതെ വന്നതോടെ പ്രദേശവാസികൾ വിശ്വനാഥപുരത്തെ വീട്ടിൽ അന്വേഷിച്ചെത്തി. അപ്പോഴാണ് ഇരുവരെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഹേഷും ജയരാജും അവിവാഹിതരാണ്. മൃതദേഹങ്ങൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ തുടിയല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മഹേഷിനെ കൊന്നിട്ട് ജയരാജ് ആത്മഹത്യ ചെയ്താകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഒരുമിച്ച് ആത്മഹത്യ ചെയ്താകാനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കോയമ്പത്തൂർ. ലഹരി